അടുത്ത ദിവസം ഷാങ്യുവിൻ്റെയും ഷാങ്യുവിൻ്റെയും ഒക്കെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് അവൾ യാൻഷിങ്ങിനെ കൂടി അവരുടെ കല്ലറയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജനറൽ ഹെ ലിയയും കൊണ്ട് മറ്റൊരു കല്ലറയുടെ അടുത്തെത്തി അവിടെയും മെമ്മോറിയൽ ചടങ്ങുകളൊക്കെ നടത്തുന്നത് കാണിക്കുന്നുണ്ട്. ഷാങ്യു അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയിൽ കരഞ്ഞപ്പോൾ ഷാങ്യു അവളെ സമാധാനിപ്പിക്കുന്നു. ഇന്ന് അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് നീ ഇങ്ങനെ കരഞ്ഞ് അവരെ വിഷമിപ്പിക്കരുത്, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഷാങ്യു അവളെ സമാധാനിപ്പിക്കുന്നത്. ആ കല്ലറയ്ക്ക് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന പേരുകളായിരുന്നു യാൻഷിങ് ഈ സമയമൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇനി ഇവർക്ക് ഇതല്ലാതെ മറ്റെന്തെങ്കിലും പേരുകൾ കാണുമോ എന്നും അവൻ ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ജനറൽ ഹെ ലിയെ കൂട്ടിക്കൊണ്ടുപോയ ആ കല്ലറയുടെ മുകളിലാണെങ്കിൽ ആരുടെയും പേരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പേരില്ലാത്ത ഈ കല്ലറ ആരുടേതാണ് എന്ന് ലി അദ്ദേഹത്തോട് ചോദിക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊന്നും അവനോട് കാര്യങ്ങളൊന്നും വിശദീകരിച്ച് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് മറ്റെന്തെങ്കിലും ഒരവസരം ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇക്കാര്യം അവനോട് പറയാമെന്ന് അദ്ദേഹം പറയുന്നു. 16 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഈ സത്യങ്ങളൊക്കെ പുറത്തു വരേണ്ട സമയമായി എന്നും അദ്ദേഹം ഈ സമയത്ത് പറയുന്നുണ്ട്. ഷാങ്യു യാൻഷിങ്ങിനൊപ്പം ഈ സമയം അച്ഛനും അമ്മയ്ക്കുമുള്ള പേപ്പർ മണിയൊക്കെ കത്തിക്കുകയായിരുന്നു. ഇതവരുടെ ഒരു രീതിയാണ്. ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ഇതേപോലുള്ള കുറച്ച് പേപ്പർ മണി ബാക്കി ഇരിപ്പുണ്ട്. അത് തിരികെ ചെന്ന് കഴിയുമ്പോൾ അവൻ്റെ പേരൻസിന് വേണ്ടി കത്തിക്കാമെന്ന് അവൾ പറയുന്നു. തനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് യാൻഷിങ് പറഞ്ഞപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മരിച്ചു പോയവരെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്ന് അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് ഷാങ്യു പറയുന്നു. ജനറൽ ഹെ ഈ സമയം ലിയോട് മറ്റൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഷാങ്യുവിനെയും അവളുടെ സഹോദരിയെയും അവൻ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നാണ് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കാനാണ്, അദ്ദേഹം പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുകയല്ലേ എന്ന് ലീ ചോദിച്ചപ്പോൾ മനുഷ്യരുടെ കാര്യമല്ലേ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ആർക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ ഉറപ്പായിട്ടും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. അങ്ങനെ ലീ അവരെ സംരക്ഷിച്ചോളാമെന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുന്നുണ്ട്. യാൻഷിങ് ഈ സമയം കയ്യിലുണ്ടായിരുന്ന പേപ്പർ മണി എല്ലാം കൂടി ഒന്നിച്ച് ആ തീയിലേക്ക് ഇടുന്നു. ഇതെല്ലാം കൂടി ഒന്നിച്ചിങ്ങനെ ഇടരുതെന്ന് പറഞ്ഞ് ഷാങ്യു അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റുന്നുണ്ട്. ഈ സമയത്ത് ആ ചാരമെല്ലാം കൂടി പറന്ന് അവൻ്റെ കണ്ണിൽ കുറച്ച് വീഴുന്നുണ്ട്. അത് മനസ്സിലായപ്പോൾ അവൾ അവൻ്റെ കണ്ണിൽ ഊതി കൊടുക്കുന്നു. ഇങ്ങനെ അവൾ അടുത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് രണ്ടുപേർക്കും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. ഒരു ചെറിയ റൊമാൻറ്റിക് മൂഡൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ പരസ്പരം കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനെയും അമ്മയും പോലെ തോന്നുകയാണ് എന്ന് ഷാങ്യു അടുത്ത് നിന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും പരിസരബോധം വരുന്നത്. അവർ തിരികെ പോകാൻ നേരം വണ്ടിയിൽ കയറുന്ന സമയത്താണ് ഷാങ്യു കൈ വേദന എടുത്തിട്ട് ഇങ്ങനെ തിരിക്കുന്നത് യാൻഷിങ് ശ്രദ്ധിക്കുന്നത്. എന്ത് പറ്റിയെന്ന് അവൻ അന്വേഷിക്കുന്നു. കഴിഞ്ഞ ദിവസം പന്നിയിറച്ചി കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി എങ്ങാണ്ട് മറിഞ്ഞ് അവളുടെ കയ്യിലേക്കൊന്ന് വീണിരുന്നു. അങ്ങനെ എന്തോ വേദന ആയതാണ്. ഇത് മാത്രമല്ല, ചേച്ചിക്ക് കൂടെ ഇങ്ങനെ അവിടെ വേദന അനുഭവപ്പെടാറുണ്ട്. പന്നിയെ കശാപ്പ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ എന്ന് ഷാങ്യു ഈ സമയത്ത് പറയുന്നു. കൈയുടെ ഈ ഭാഗത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പരിക്ക് പറ്റുന്നതും കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നതും കൈകൾക്ക് എന്നേക്കുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ എല്ലുകൾക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, ഇനിയെങ്കിലും നന്നായി ശ്രദ്ധിക്കണം എന്ന് അവൻ അവളെ ഉപദേശിക്കുന്നുണ്ട്. അവൾ സമ്മതിക്കുന്നു. പിന്നെ തിരികെ പോകുന്ന വഴിക്ക് തനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് എന്ന് യാൻഷിങ് പറഞ്ഞപ്പോൾ അവൾ അവന് പൈസ കൊടുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും തൻ്റെ കൈവശമുണ്ട് എന്ന് അവൻ പറയുന്നു. എങ്കിൽ പിന്നെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് അവൻ ഷാങ്യുവിനെയും കൂടി തിരികെ പോയിക്കോളാം ഷാങ്യു പറയുന്നു. അവൾ അവനെ കുറച്ച് ക്യാൻഡീൻ വാങ്ങി വീട്ടിലേക്ക് എത്തിക്കോളാമെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് അവർ ഒരുമിച്ചാണ് പോകുന്നത്. പക്ഷേ സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ രണ്ട് വഴിക്കായി പിരിയുന്നുണ്ട്. ഷാങ്യു കുറെ കഴിഞ്ഞാണ് ആൻറ്റിയൊക്കെ വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അവളിങ്ങനെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് ആൻറ്റി കുറച്ച് വെള്ളം ഇവളുടെ ദേഹത്തേക്ക് മനഃപൂർവ്വം കോരിയൊഴിക്കുന്നു. ആദ്യം ഷാങ്യു കരുതിയത് അവർക്ക് അബദ്ധം പറ്റിയതാണെന്നാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് അവൾ ഒരു പിശാശാണ് എന്നുള്ള രീതിയിൽ പിശാശുകളെ ഒഴിവാക്കാൻ വേണ്ടി റൈസ് വാട്ടർ ഒഴിക്കുന്നത് പോലെയാണ് അവർ തൻ്റെ ദേഹത്തിൽ വെള്ളം കോരി ഒഴിച്ചതെന്ന്. ഷാങ്യു കാരണം ഇപ്പോൾ അവിടെ കുറേ ആക്രമണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അവളെ അന്വേഷിച്ചാണല്ലോ ഈ ഗുണ്ടകളൊക്കെ ആ സ്ഥലത്തേക്ക് വരുന്നത്. അത് കാരണം ആ നാട്ടുകാർക്കൊക്കെ സമാധാനത്തെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവളിപ്പോൾ ആ നാടിന് തന്നെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് എന്നൊക്കെ രീതിയിൽ ആൻറ്റി അവളെ ശപിച്ചുകൊണ്ട് കുറേ വാക്കുകൾ പറയുന്നുണ്ട്. ഇത് ഷാങ്യുവിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. സാധാരണ അവൾ തിരിഞ്ഞെന്ന് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടെങ്കിലും ഇത്തവണ കേട്ടിട്ട് ഒന്നും മിണ്ടാതെ വിഷമത്തോടെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. അതോടെ ആൻറ്റി പിന്നെയും അവളുടെ പിറകെ പോയി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു വിഷമത്തിലാണ് അവൾ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. ആൻറ്റി അവിടെ പുറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവളുടെ ഈ വരവ് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചെന്ന് അന്വേഷിക്കുന്നു. അപ്പോഴാണ് അവളുടെ ഡ്രസ്സ് നനഞ്ഞിരിക്കുന്നതും ആൻറ്റി കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ വഴിയിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു, അതുകൊണ്ട് പറ്റിയതായിരിക്കണം എന്നാണ് അവൾ പറയുന്നത്. എന്നിട്ട് അകത്ത് കയറി പോകാനും തുടങ്ങുന്നു. പക്ഷെ ആൻറ്റിക്ക് എന്തോ കുഴപ്പം ഫീൽ ചെയ്യുന്നതിനാൽ അവളോട് നിൽക്കാൻ പറഞ്ഞിട്ട് അടുത്തേക്ക് അല്ലെന്നോ. ഈ സമയത്ത് ഷാങ്യുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയായിരുന്നെങ്കിലും ആൻറ്റി വന്നപ്പോൾ അവൾ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തിയിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു. നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ, ആരെങ്കിലും വഴക്ക് പറഞ്ഞോ എന്നൊക്കെ ആൻറ്റി ചോദിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ആരും ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ അവളകത്ത് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴാണ് ആൻറ്റി അവരുടെ ചെറുമകനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയത്. ഷാങ്യു അവനെ തള്ളിയിട്ടു. അങ്ങനെ അവൻ്റെ പല്ല് പൊട്ടിപ്പോയിരിക്കുന്നു എന്നുള്ള പരാതിയുമായിട്ടാണ് ആൻറ്റി വന്നിരിക്കുന്നത്. ബഹളം കേട്ടുകൊണ്ട് ഷാങ്യുവും ആൻറ്റിയും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാങ്യു പൊതുവെ വളരെ വീക്കാണ്, ഇത്രയും വലിയ അവളെ എങ്ങനെ തള്ളിയിടാനാണ് എന്നൊക്കെ ഷാങ്യു ചോദിക്കുന്നുണ്ട്.
ആൻറ്റിയും കാങ്ങിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവർ വലിയ രീതിയിൽ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. യാൻഷിങ്ങും ഈ ബഹളം കേട്ട് ജനാലക്കിലൂടെ നോക്കുന്നു. അപ്പോഴേക്കും വേറെ ബഹളം കേട്ട് അയലത്തുകാരൊക്കെ അവിടെ കൂടുന്നുണ്ട്. ഷാങ്ങിങ്ങിനെ പുറത്തേക്ക് വിളിച്ചിട്ട് ഇവർ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നു. ഷാങ്ങിങ് ആണ് എന്നുള്ള രീതിയിലും അല്ല എന്നുള്ള രീതിയിലും തല കുലുക്കുന്നുണ്ട്. അതോടെ ആൻറ്റി കാങ് അതിൽ കയറി പിടിക്കുന്നു. ഇവൾ ആദ്യം ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലെന്ന് പറയുകയാണ്, ഇവൾ മഹാകള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഷാങ്ങിങ്ങിൻ്റെ നേരെ തിരിയുന്നു. മാത്രമല്ല അവളെ പിടിച്ച് നിർത്തി ചോദ്യം ചെയ്യാനും തുടങ്ങുന്നു. ഇത് ഷാങ്ങിങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവരെ തള്ളി എറിഞ്ഞിട്ട് ഷാങ്ങിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആൻറ്റി കാങ് എഴുന്നേറ്റ് പിന്നെയും അവളുമായി വഴക്കിന് എഴുതുന്നുണ്ടെങ്കിലും നിങ്ങൾ കുറേ മുമ്പ് എൻ്റെ അടുത്ത് വഴക്കിൽ വന്നപ്പോൾ ഞാൻ മിണ്ടാതെങ്കിൽ പോകുന്നത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. എൻ്റെ ഫാമിലിയുടെ പുറകെ വരുന്ന ഈ ശത്രുക്കൾ ഏത് വഴിക്കുള്ളതാണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ഞാൻ കാരണം അയൽക്കാർക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നിയതുകൊണ്ട് മാത്രമാണ് എന്നവൾ പറയുന്നു. നിനക്ക് ശാപം കിട്ടുക അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ എല്ലാവരും ഇങ്ങനെ എങ്ങനെയാണ് മരിക്കുന്നത്? ഈ നാട്ടുകാർക്ക് മുഴുവനും ഇതിനെക്കുറിച്ച് അറിയാം എന്നൊക്കെ ആൻറ്റി പറഞ്ഞപ്പോൾ നിങ്ങളും സോങ്യാൻ്റെ അമ്മയും കൂടിയാണ് എന്നെക്കുറിച്ച് ഇങ്ങനെയുള്ള അപവാദങ്ങൾ പറയുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞ ഷാങ്ങിയോ അവിടെ ഇരിപ്പുണ്ടായിരുന്ന കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അവരുമായിട്ട് ഇപ്പോൾ വേണമെങ്കിൽ കണക്ക് തീർക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ നേരെ ചെല്ലുന്നു. ഈ നാട്ടുകാരൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിനക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് എന്ന് കാങ് ചോദിച്ചപ്പോൾ ഇവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും കെയർ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇവർക്ക് മുന്നിൽ ഞാൻ നാണം കെട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇതിനുവേണ്ടി ഒരുങ്ങിയിറങ്ങിയാൽ ഇവരാരും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൾ നാട്ടുകാരുടെ നേരെ നോക്കുന്നു. അത് ശരിയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും പതുക്കെ അവിടുന്ന് പിൻവലിയുന്നുണ്ട്. അതോടെ കാങ്ങിന് കുറച്ച് പേടിയാവുന്നു. ഷാങ്ങിയോ പതുക്കെ ഷാങ്ങിങ്ങിൻ്റെ അടുത്ത് നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു. അവൾ നേരത്തെ ആണെന്നും അല്ലെന്നും ഉള്ള രീതിയിൽ തലയാട്ടിയല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ തള്ളി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞാൻ തള്ളിയിട്ട് അവനൊന്ന് കുലുങ്ങുക പോലും ചെയ്തില്ല, അവൻ വീണതുമില്ല. അവൻ എന്നെ പിടിക്കാനായി എൻ്റെ പുറകെ ഓടി വന്ന സമയത്ത് കാല് തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീണാണ് അവൻ്റെ പല്ലിന് അങ്ങനെ സംഭവിച്ചതെന്ന് ഷാങ്ങിങ് പറയുന്നു. ആൻറ്റി കാങ് ഇടയ്ക്ക് കയറാൻ വരുന്നുണ്ടെങ്കിലും ഷാങ്ങി അവരെ നായടപ്പിച്ചിട്ട് എന്തിനാണ് ഷാങ്ങിങ് അവനെ തള്ളിയതെന്ന് ചോദിക്കുന്നു. അവൻ എൻ്റെ മുടിയിൽ പിടിച്ച് വലിച്ചു, എൻ്റെ മിഠായി തട്ടിയെടുത്തു, എൻ്റെ ദേഹത്ത് റൈസ് വാട്ടർ ഒഴിച്ചു, പിന്നെ എൻ്റെ ചേച്ചി ഒരു പിശാച്ചാണെന്ന് പറഞ്ഞു, അവൻ്റെ ബാഡിലൊക്കെ മാറ്റുന്നതിന് വേണ്ടി അവനിനി 7 വെള്ളത്തിൽ കുളിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഷാങ്ങിങ്കാരനുകൊണ്ട് പറയുന്നു. ഇത് കേട്ടതോടെ ഇത്രയും നേരം മിണ്ടാതെ നിന്നിരുന്ന ആൻറ്റി ഇപ്പോൾ കാങ്ങിന് നേരെ തിരിയുന്നുണ്ട്. മാത്രമല്ല ആ നാട്ടുകാരും കാങ്ങിനെയും അവരുടെ പേരക്കുട്ടിയെയും കുറ്റപ്പെടുത്തി പറയുന്നു. ഞാൻ പറയുന്നതിൽ എന്താണ് കുഴപ്പം? ഇവളൊരു പിശാച്ചാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പിന്നെ നീ നിന്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ ഇവളെ സംരക്ഷിക്കുകയും ഇവളോട് സഹകരിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈഖരിയിടാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇവളെ താങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കാങ് ആൻറ്റിയെയും കുറേ ആക്ഷേപിക്കുന്നുണ്ട്. ആൻറ്റിക്കും അങ്ങളിലും മക്കളില്ലാത്തതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പറയുന്നത്. നാളെ ഒരിക്കൽ ഇവൾ കാരണം തന്നെ നിങ്ങളുടെ മരണം സംഭവിക്കും. അതുകൊണ്ട് ഇവിടെയുള്ളവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇവളെയും ഇവളുടെ അനിയത്തെയും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് വേണ്ടത്. ഇനിയും ഇവളുടെ ശത്രുക്കൾ ഇവരെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ കാങ് ഈ സമയത്ത് വിളിച്ചു കൂവുന്നുണ്ട്. ഇത്രയുമായപ്പോൾ ഷാങ്ങു ക്ഷമ കെട്ട് ചാടി എഴുന്നേക്കുന്നു. ഞാനിവിടെ വിട്ട് എങ്ങും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനെന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നത്? നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വിട്ട് പോയിക്കോ എന്നവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ പേരക്കുട്ടിയോടായിട്ട് ഇനി മേലെ നീ ഷാങ്ങിങ്ങിൻ്റെ ദേഹത്ത് തൊട്ടു എന്ന് ഞാൻ അറിഞ്ഞാൽ നിന്റെ കൈ ഞാൻ വെട്ടിക്കളയും എന്നവൾ പറയുന്നു. ആൻറ്റി കാങ് കൊച്ചുമകനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, ഞങ്ങളങ്ങനെ പേടിക്കുകയൊന്നുമില്ല എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പേടിപ്പിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു പന്നിയുടെ കൈയും കാലും വെട്ടുന്നതിന് എനിക്കൊരൊറ്റ വെട്ട് മതി. അപ്പോൾ പിന്നെ ഇവൻ്റെ കൈ വെട്ടാൻ എനിക്ക് മടി വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ കത്തിയുമായി മുന്നോട്ട് ചെല്ലുന്നു. അതോടെ ആ കുട്ടി പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. കാങ് അവർക്ക് പിന്നാലെ പോകാൻ തുടങ്ങുന്ന സമയത്ത് തക്കം നോക്കിയിരിക്കുക എന്ന യാൻഷെങ് മുകളിൽ നിന്ന് ഒരു ക്യാൻഡി അവരുടെ മുട്ട് ലക്ഷ്യമാക്കി എറിയുന്നുണ്ട്. അത് വന്നുകൊണ്ട് അവർ കറക്റ്റായിട്ട് നിലത്തേക്ക് വീഴുകയും ചെയ്യുന്നു. എങ്ങനെയാണ് അവർ വീണതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അവരുടെ അടുത്താണെങ്കിൽ ആരുമില്ല, അതുകൊണ്ട് തട്ടി വീണത് തന്നെയാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. ഇവരിങ്ങനെ പെട്ടെന്ന് വീണത് ദൈവം അവർക്ക് കൊടുത്ത ശിക്ഷയാണ് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഷാങ്ങിയോ തന്നെ മറിച്ചിട്ടതാണെന്നൊക്കെ കാങ് പറയുന്നുണ്ടെങ്കിലും നേരിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവർക്കും അത് സത്യമല്ല എന്നറിയാം. അതുകൊണ്ട് തൽക്കാലം അവർക്ക് അവിടെ നിന്ന് മടങ്ങേണ്ടി വരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഷാങ്ങിങ്ങിൻ്റെ അടുത്തേക്ക് ഇരുന്ന് ഇനി ഭാവിയിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നീ ആദ്യം എൻ്റെ അടുത്ത് വന്ന് പറയണം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ കിടക്കുന്ന ആ കാൻഡി ഷാങ്ങിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതോടെ ആൻറ്റി കാങ് എങ്ങനെയാണ് വീണതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ പതുക്കെ യാൻഷെങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ചെല്ലുമ്പോൾ അവൻ അവിടുത്തെ ബാൽക്കണിയിൽ കസേരയിൽ കണ്ണടച്ചുകൊണ്ട് ചാരി കിടക്കുകയാണ്. ന്യൂ ഇയർ വരെ കാത്തിരിക്കാതെ നീ ഇപ്പോൾ തന്നെ ഇവിടെ വിട്ട് പോകുന്നെങ്കിൽ പോയിക്കോളാൻ അവൾ അവനോട് പറയുന്നു. നീ എന്നെ ഇവിടെ നിന്ന് ഓടിച്ചൂടാൻ നോക്കുകയാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിലെ ഈ പ്രശ്നങ്ങൾ കാരണം അവനെന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള പേടി കാരണമാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങളുമായിട്ടുള്ള ബന്ധം എത്രയും പെട്ടെന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ നീയെങ്കിലും സേഫ് ആവുമല്ലോ എന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പോൾ വന്നിട്ട് പോയ ആ പെണ്ണുപിള്ളയുടെ വാക്കുകൾ കേട്ടിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതൊന്നും എനിക്കത്ര പ്രശ്നമേ അല്ല. അവർ പറയുന്നത് പോലെ ഒരാൾ ജനിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും വിശ്വസിക്കുന്നതുമില്ല. വെറുതെ എൻ്റെ പ്രശ്നത്തിലേക്ക് നിന്നെ വലിച്ചിരിക്കേണ്ടെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ എന്ന് അവൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഷാങ്ങിങ്ങിൻ്റെ കാര്യമോ? അവളെ നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അവൾ കുട്ടിയല്ലേ, അവളെ ഞാൻ എങ്ങോട്ട് അയക്കാനാണ് എന്നവൾ ചോദിച്ചപ്പോൾ അപ്പോൾ നീ എന്നെ മാത്രമാണ് ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്
കരഞ്ഞുകൊണ്ട് വീട്ടിൽ വരുന്ന ഒരാളല്ലല്ലോ നീ. സാധാരണ അവർക്ക് അവിടെ വെച്ച് കണക്ക് തീർത്ത് കൊടുക്കുന്നതല്ലേ, പിന്നെ ഇപ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഒരാളുടെ വായടപ്പിക്കാൻ എനിക്ക് പറ്റിയേക്കും, പക്ഷേ ഈ നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ ഇതാണ് പറയുന്നത്. എല്ലാവരുടെയും വായടപ്പിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ഷാങ്യുന്നി സഹായത്തോടെ ചോദിക്കുന്നു. ഈ സമയത്ത് യാൻഷിങ്ങിന് അവൻ്റെ കുട്ടിക്കാലത്തെ ഒരു കാര്യമാണ് ഓർമ്മ വരുന്നത്. ഇവൻ അങ്കിൾ വെയുടെ വീട്ടിൽ ആദ്യം താമസിക്കാൻ ചെന്ന സമയത്ത് ഈ വേശ്യുവാൻ്റെ നേതൃത്വത്തിൽ കുറേ കുട്ടികൾ ഇവനെ ഒരുപാട് ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് അവൻ തോറ്റു കൊടുത്തിരുന്നെങ്കിൽ അവരെല്ലാം അവൻ്റെ തലയിൽ കയറി നിന്ന് നിരങ്ങിയേനെ. അവൻ ശക്തമായി പ്രതിഷേധിച്ച് വേശ്യുവാനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അവർക്കെല്ലാം പിന്നീട് അവനെ പേടിയായി തുടങ്ങി. അത് ഓർത്തുകൊണ്ട് അവൻ അവൾക്കൊരു ഉപദേശം കൊടുക്കുന്നു. നീ വീക്കാണെങ്കിൽ നിന്നെ ആരും സഹായിക്കാൻ വരാൻ പോകുന്നില്ല. നീ എത്ര ദയവുള്ളവളാണെന്നും എത്ര നല്ലവളാണെന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതേസമയം നീ സ്ട്രോങ് ആവുകയാണ്, നിന്റെ കയ്യിൽ പവറുണ്ട് എന്നുണ്ടെങ്കിൽ നീ എന്തൊക്കെ മോശം കാര്യങ്ങൾ ചെയ്താലും നിന്നെ പുകഴ്ത്താനും നിന്റെ പുറകെ നടക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. നീ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കട്ടെ, പക്ഷേ ഇങ്ങനെ ഒരു ചിന്താഗതിയും വെച്ചുകൊണ്ട് ആൻറ്റിയോടും അങ്കിൾ സാഹോയോടുമൊന്നും നീ ഇങ്ങനെ പോയി സംസാരിക്കരുത്, അതവർക്ക് വലിയ വിഷമമാവും എന്നും അവൻ പറയുന്നു. അതോടെ ഷാങ്കുവിൻ്റെ മനസ്സിനെ കുറിച്ച് ആശ്വാസം വന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതങ്ങ് മറന്നേരെ, നീ ഇവിടെ തന്നെ നിൽക്കാൻ അവൾ പറയുന്നു. അത് ശരി, ഞാൻ നിൽക്കണോ പോണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഗട്ട്സ് നിനക്കായോ എന്ന് അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാങ്യു അത് ചിരിച്ച് തള്ളുന്നു. പിന്നെ കുറച്ച് മുമ്പ് ആൻറ്റി ക്യാൻഡി അറിയാൻ വേണ്ടിയിട്ട് അവൻ ക്യാൻഡി ഉപയോഗിച്ചിരുന്നല്ലോ. ആ ക്യാൻഡി വിലപിടിപ്പുള്ളതാണ്, അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി നീ കുറേ കല്ല് പെറുക്കി വെക്കുന്നത് നന്നായിരിക്കുമെന്നും അവൾ പറയുന്നുണ്ട്. അന്ന് രാത്രിയും ഓരോ ക്യാൻറ്റീൻ കഴിച്ചുകൊണ്ട് ഇവർ കുറേ സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു. ഇവൻ എങ്ങനെയാണ് ഈ എസ്കോർട്ട് ജോലി ഏറ്റെടുക്കാൻ തുടങ്ങിയെന്നുള്ള കാര്യം ഷാങ്യു ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്. നീ നിൻ്റെ അച്ഛൻ്റെ ബിസിനസ് ഏറ്റെടുത്തതുപോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ അച്ഛൻ്റെയും ജോലി ഏറ്റെടുക്കേണ്ടി വന്നു. എൻ്റെ അച്ഛനും കുറേ കണക്കുകൾ തീർക്കാനുണ്ടായിരുന്നു എന്നവൻ പറയുന്നു. ഇവളിപ്പോൾ കരുതുന്നത് അവളുടെ അച്ഛൻ ഒരു എസ്കോർട്ട് ഏജൻസി നടത്തുകയായിരുന്നു എന്നൊക്കെയാണ്. അതേപോലെയുള്ള ഒരു എസ്കോർട്ട് ഏജൻസി നടത്തണമെങ്കിൽ അതിന് വലിയ തുകയൊക്കെ വേണ്ടി വരുമല്ലോ എന്നും അവൾ ഈ സമയത്ത് പറയുന്നുണ്ട്. യാൻഷിങ് ഇതൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട്. അവളോട് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. അവളുടെ ബർത്ത്ഡേ എന്നാണെന്ന് അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു. ലാൻഡൺ ഫെസ്റ്റിവൽ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴാണ്. അപ്പോഴും നല്ല ഹോളിഡേ മൂഡാണ്, സിറ്റിയൊക്കെ നല്ല തിരക്കായിരിക്കും എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ബർത്ത്ഡേക്ക് അവൾക്ക് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട, എൻ്റെ ഫാമിലിയിലെ എല്ലാവരും സേഫ് ആയിരുന്നാൽ മതി, അതേപോലെ 2 പന്നിക്കുട്ടികൾ കൂടി വാങ്ങാൻ സാധിച്ചെങ്കിൽ അത്രയും നന്നായിരുന്നു എന്നൊക്കെയാണ് അവൾ പറഞ്ഞത്. കൊട്ടാരം സഭയിൽ അന്ന് ഗ്രാൻഡ് ട്യൂട്ടർ ലീയും പ്രൈം മിനിസ്റ്റർ വെയും തമ്മിൽ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ആ വർഷം കുറേ പ്രകൃതി ദുരന്തങ്ങൾ കാരണം വളരെ വലിയ തോതിൽ കൃഷിനാശം സംഭവിച്ചിരുന്നു. അത് കാരണം വിളവൊക്കെ ധാരാളം കുറവാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ യുദ്ധഭൂമിയിലെ സൈനികർക്ക് വേണ്ടി ഫുഡ് ഐറ്റംസ് ഒന്നും നൽകണ്ട എന്ന് ഗ്രാൻഡ് ട്യൂട്ടർ പറയുന്നു. പക്ഷേ അത് നല്ലൊരു തീരുമാനമല്ല, കാരണം അവരാണ് അതിർത്തിയിൽ നിന്ന് ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നത്. അവർക്ക് വേണ്ടത്ര ഫുഡ് കിട്ടിയില്ലെങ്കിൽ ശത്രുക്കൾ അത് മുതലെടുത്ത് രാജ്യം ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിനുള്ളത് കൊടുത്തു വിടണമെന്നാണ് പ്രൈം മിനിസ്റ്റർ പറയുന്നത്. ഗ്രാൻഡ് ട്യൂട്ടർ അതിനെ കുറേ രീതിയിൽ എതിർത്ത് നോക്കുന്നുണ്ട്. രാജാവാണെങ്കിൽ എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ ഇവർ രണ്ടുപേരും പറയുന്നത് മാറി മാറി കേൾക്കുകയാണ്. അവസാനം പ്രൈം മിനിസ്റ്റർ 16 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ദുരന്തം വീണ്ടും ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഗ്രാൻഡ് ട്യൂട്ടറോട് ചോദിക്കുന്നു. 16 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ സൈന്യത്തിന് കൃത്യസമയത്ത് ഭക്ഷണം എത്താതിരുന്നതുകൊണ്ട് അന്ന് യുദ്ധത്തിൽ ഇവരുടെ രാജ്യം പരാജയപ്പെടുകയും ഇവരുടെ സൈനികർ കൂട്ടക്കൊലയ്ക്ക് ഇരയാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ രാജാവ് പ്രൈം മിനിസ്റ്ററുടെ തീരുമാനം തന്നെയാണ് ശരിയെന്ന് പറയുന്നുണ്ട്. ഈ പ്രൈം മിനിസ്റ്റർ യാൻഷിങ്ങിൻ്റെ അങ്കിളാണെന്ന് പറഞ്ഞല്ലോ. യാൻഷിങ് മരിച്ചോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ ഇദ്ദേഹത്തിന് അറിയാൻ സാധിച്ചിട്ടില്ല. മരിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ അദ്ദേഹവും വിചാരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം തനിച്ചായപ്പോൾ അദ്ദേഹം യാൻഷിൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് പോകുന്നുണ്ട്. വലുതായി കഴിയുമ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു ധീരനാവണമെന്നായിരുന്നു അവൻ ചെറുപ്പത്തിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ അദ്ദേഹം ഈ സമയത്ത് ഓർക്കുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് അങ്ങോട്ടേക്ക് വരുന്നത്. ഇദ്ദേഹത്തിന് ഇങ്ങനെ യാൻഷിങ്ങിനെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വിഷമമുണ്ട് എന്ന് വൈഫിനറിയാം. യാൻഷിങ്ങിന് അകാലത്തിൽ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതിൻ്റെ ദുഃഖം ഒക്കെ അവർ പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനൊക്കെ ശേഷം സ്വന്തം മകനായ വേശ്യുവാൻ്റെ കാര്യം എന്തോ പറയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അത് പറയാനുള്ള അവസരം പ്രൈം മിനിസ്റ്റർ നൽകുന്നില്ല. അവരോട് തൽക്കാലം തിരികെ പോകാൻ പറയുന്നു. അങ്ങനെ അവർക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാതെ തിരികെ പോവേണ്ടി വരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ജനറൽ ഹേ കൊടുത്തയച്ച ബോക്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്തുന്നത്. പ്രൈം മിനിസ്റ്റർ ആ ബോക്സ് തുറന്നു നോക്കുന്നു. ചോരപുരണ്ട ഒരു ലെറ്റർ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് യുദ്ധം നടന്ന സമയത്ത് ഈ പ്രൈം മിനിസ്റ്റർ വെയ്യാൻ തന്നെ മറ്റൊരു ജനറലിന് അയച്ച കത്തായിരുന്നു അത്. ജിൻഷുവിലെ കണ്ടീഷൻ വളരെ മോശമാണ്, പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് തലസ്ഥാന നഗരിയിൽ വരെ ഒന്ന് പോയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ കത്തും ടൈഗർ ടാലിയുമായിട്ട് വരുന്ന വെയ്ഷിലിൻ എന്ന ജനറലിനൊപ്പം ഒരു ബാക്കപ്പ് സൈന്യത്തെ അയക്കണം, ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള ഷെങ്ഡയെ രക്ഷിക്കാൻ സഹായിക്കണം എന്നൊക്കെയായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത്. ഈ കത്ത് ശരിക്കും പ്രൈം മിനിസ്റ്റർക്ക് എതിരായിട്ടുള്ള എന്തോ തെളിവാണ്. അതുകൊണ്ടാണ് ജനറൽ ഹേ ഈ സമയത്ത് ഇത് പ്രൈം മിനിസ്റ്ററുടെ കയ്യിലെത്തിച്ചത്.
ഇപ്പോൾ ഷാങ്യുവിൻ്റെ കുടുംബത്തെ പ്രൈം മിനിസ്റ്റർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ഒരു മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ജനറൽ ഹെയർ ഇപ്പോൾ കൊടുത്തയച്ചിരിക്കുന്നതെന്ന് പ്രൈം മിനിസ്റ്റർക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ സമയത്ത് ഷാങ്യുവിൻ്റെ അച്ഛൻ ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ള രീതിയിൽ പ്രൈം മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. അന്ന് അയാളുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നിർത്തരുതായിരുന്നുവെന്നും സ്വയം കുറ്റബോധത്തോടെ പറയുന്നുണ്ട്. ഇതിനിടയിൽ എന്തൊക്കെയോ ബാക്ക് സ്റ്റോറി ഉണ്ട്, അതൊക്കെ പിന്നീട് നമുക്ക് വഴിയെ കാണാം. എന്തായാലും ഇപ്പോൾ ജനറൽ ഹേ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തു വിട്ടത്. അതുകൊണ്ട് ജനറൽ ഹേ അങ്ങ് കൊന്നു കളഞ്ഞാലോ എന്ന് ഈ വെയ്യാൻ്റെ വിശ്വസ്തൻ ചോദിക്കുന്നു. ഇപ്പോൾ അവിടെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണല്ലോ. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ജനറൽ ഹേയെ കൊല്ലുന്നത് തൻ്റെ വലം കൈ നഷ്ടപ്പെടുന്നത് പോലെയുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാക്കുക. കാരണം യാൻഷങ് ഓൾറെഡി കൊല്ലപ്പെട്ടു എന്നാണ് പ്രൈം മിനിസ്റ്റർ വിചാരിച്ചിരിക്കുന്നത്. അത് തന്നെ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് വലിയൊരു നഷ്ടമാണ്. അപ്പോൾ ഈ ജനറൽ ഹേയെ കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ യുദ്ധത്തിൽ തോറ്റേക്കുമെന്ന് വെയ്യാൻ പറയുന്നു. അതുകൊണ്ട് തന്നെ തൽക്കാലം ജനറൽ ഹേയുടെ കാര്യത്തിൽ മറ്റു കടുത്ത തീരുമാനങ്ങളൊന്നും അദ്ദേഹം എടുക്കുന്നില്ല. തൽക്കാലം ഷാങ്യുവിനെയും അവളുടെ സിസ്റ്ററെയും ഉപദ്രവിക്കേണ്ട എന്നും അയാൾ തീരുമാനിക്കുന്നുണ്ട്. 2 പെൺകുട്ടികളല്ലേ, അവർ എത്ര കാലം ജീവിക്കുമെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ആ കത്ത് അയാൾ തീയിലിട്ട് കത്തിച്ച് കളയുന്നുണ്ട്. ജനറൽ ഹെയുടെ അടുത്ത് നിന്ന് തിരികെ പോയ ലീ നേരെ ഷാങ്യുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് യാൻഷങ് പുറത്തു പോയിരിക്കുകയായിരുന്നു. അവളുടെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിനെ പറ്റി താൻ വിശദമായി അന്വേഷിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നതെന്ന് ലീ അവളോട് പറയുന്നു. ഇവളുടെ അച്ഛൻ മുമ്പ് ഒരു എസ്കോർട്ട് മിഷന് പോയപ്പോൾ സംഭവിച്ച ഒരു പക തന്നെയാണ് ഇപ്പോഴുള്ള ഈ ആക്രമണത്തിനൊക്കെ പിന്നിലെന്ന് അവൻ പറയുന്നു. ഇതിനു മുമ്പ് അവിടെ രാജ്യം ഭരിച്ചിരുന്ന ആ വംശക്കാരുടെ കൂടെ ഇവളുടെ അച്ഛൻ്റെ ആൾക്കാർ എസ്കോർട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഏതോ ട്രഷർ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ ആൾക്കാരൊക്കെ പോയത്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടു. ആകെ രക്ഷപ്പെട്ടത് ഇവളുടെ അച്ഛൻ മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ച് താമസിച്ചിരുന്നത്. ഈ അടുത്ത കാലത്തായി ആ ട്രഷർ മാപ്പിനെ കുറിച്ച് പിന്നെയും ആരൊക്കെയോ കുത്തിപ്പൊക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതും ഇവരെ തെരഞ്ഞുപിടിച്ച് കൊല്ലാനായി ഇങ്ങോട്ടേക്ക് വന്നതും. ആ ട്രഷർ മാപ്പ് ഇവിടെ ഉണ്ടെന്നാണ് അവർ വിചാരിച്ചിരുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. പക്ഷെ അങ്ങനെ ഒരു മാപ്പിനെ പറ്റി ഇതുവരെ അച്ഛനും അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ഷാങ്യു പറഞ്ഞപ്പോൾ അത് വെറും ഒരു റൂമർ മാത്രമാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു റൂമറിൻ്റെ പേരിലാണോ തൻ്റെ അച്ഛനും അമ്മയും കൊല്ലപ്പെട്ടതെന്ന് ഷാങ്യു അപ്പോൾ അതീവ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. യാൻഷിങ് സത്യത്തിൽ കുറച്ച് അപ്പുറത്തായി മറിഞ്ഞു നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ലീ പറയുന്ന എല്ലാം കള്ളമാണ് എന്ന് യാൻഷിങ്ങിനറിയാം. ഇങ്ങനൊരു കള്ളം അവൻ ഷാങ്ങിനോട് ഇപ്പോൾ പറയേണ്ട ആവശ്യം എന്താണെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ മറ്റൊരു സ്ഥലത്തുള്ള കൊള്ളക്കാർക്ക് ഈ ട്രഷർ മാപ്പ് കിട്ടിയെന്ന് അവർ അനൗൺസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇനിയൊരിക്കലും ആ ആക്രമികൾ അത് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയില്ല എന്ന് ലിഹാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ആ കൊള്ളക്കാരെ കണ്ടെത്തി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിന് പ്രതികാരം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അവൻ പറയുന്നത് എന്തും അനുസരിക്കാൻ താൻ തയ്യാറാണ് എന്ന് ഷാങ്യു ഈ സമയം അവനെ അറിയിക്കുന്നുണ്ട്. അതിനുള്ള എന്തെങ്കിലും സോഴ്സ് കിട്ടുവാണെങ്കിൽ അവളെ അറിയിക്കാമെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ജനറൽ ഹേ ഇവൻ്റെ കൈവശം കുറച്ച് പണം ഇവൾക്കായി കൊടുത്തയച്ചിരുന്നു. അത് നേരിട്ട് കൊടുത്താൽ അവൾ വാങ്ങില്ല എന്നറിയാവുന്നതുകൊണ്ട് ഗവർണറുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായധനമാണത് എന്ന് പറഞ്ഞാണ് അവനത് അവൾക്ക് നൽകുന്നത്. അവളുടെ വീട്ടിൽ 3 പേരാണല്ലോ ഇപ്പോൾ കൊല്ലപ്പെട്ടത്, അവളുടെ അച്ഛനും അമ്മയും പിന്നെ അങ്കിളും. ഇവർക്ക് 3 പേർക്കും കൂടിയുള്ള തുകയാണത് എന്നും അവൻ പറയുന്നുണ്ട്. അന്ന് രാത്രി ഷാങ്ങിങ്ങിനൊപ്പമാണ് ഉറങ്ങാൻ കിടക്കുന്നത്. ഈ സമയത്ത് ഷാങ്യു അവളോട് തലേദിവസം രാത്രി അവൾ ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ പിച്ചുമ്മയും പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ യാൻഷൻ ഇവിടം വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും സുന്ദരനായ ഒരു ഭർത്താവിനെ താൻ എവിടെ നിന്ന് കണ്ടെത്താനാണെന്നും അവൾ പറഞ്ഞുവെന്ന് ഷാങ്യു പറയുന്നു. അത് പറഞ്ഞപ്പോൾ ഷാങ്യു പതുക്കെ പറയാൻ പറഞ്ഞ് വേഗം അവളുടെ വാ കുത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു റൂമിലായിരുന്ന യാൻഷൻ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം ഷാങ്ങി അവിടെയുള്ള ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ അവൾക്ക് അതുകൊണ്ട് കുറച്ച് നിരാശ തോന്നുന്നുണ്ട്. കാരണം കൂട്ടുകാരോടൊക്കെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വരുമല്ലോ. കുറച്ച് ദിവസത്തേക്കാണെങ്കിലും മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ട് ഒന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്ന് അവൾ ഷാങ്ങുവിനോട് ചോദിക്കുന്നുണ്ട്. തൽക്കാലം നീ അവർക്ക് കുറച്ച് മിഠായിയൊക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ വിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞാൽ മതി, അവർ പിന്നെ നിൻ്റെ ഒപ്പം കളിക്കുകയൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഷാങ്ങു അവളെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് എന്നാണ് ചേച്ചി ഇനി യാൻഷിങ്ങിൻ്റെ കൂടെ പോയി കിടക്കാൻ പോകുന്നത്? എൻ്റെ ഈ കുഞ്ഞു കട്ടിലിൽ ഇങ്ങനെ ഇടിച്ചു കുത്തി കിടക്കുന്ന കാരണം എനിക്കൊന്ന് തിരിയാൻ പോലും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ അവൾ പരാതി പറയുന്നു. നിനക്കെന്താ ഞാൻ നിൻ്റെ കൂടെ കിടക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ? ഞാൻ നിൻ്റെ കൂടെ തന്നെയാണ് കിടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷാങ്യു അവളെ കെട്ടിപ്പിടിച്ച് ആ പരാതിയും പരിഹരിക്കുന്നുണ്ട്. യാൻഷിങ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൻ എന്തോ എഴുതുകയാണ്. സുനിനുള്ള മെസ്സേജാണത്. എഴുതി കഴിഞ്ഞപ്പോൾ അവൻ അതുമായിട്ട് ആ ഫാൽക്കൻ്റെ അടുത്തെത്തി അതിനെ തുറന്നു വിടുന്നു. ഇപ്പോൾ അതിൻ്റെ കാലിലെ മുറിവൊക്കെ ഭേദപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പറക്കുന്നതിനൊന്നും അതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അത് പറന്ന് ദൂരേക്ക് പോകുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ഷാങ്യു ഇതിന് മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്താണ് എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് ലീ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവളെ വിളിച്ചത്. അവനെ കണ്ടുകൊണ്ട് അവൾ അടുത്തേക്ക് ചെല്ലുന്നു. ആ വീട് ശരിക്കും സോങ്യാൻ്റെ ആയിരുന്നു. ഇപ്പോൾ ലീ അത് റെന്റിനെടുത്തിരിക്കുകയാണ്. ഞാൻ ബ്രോക്കർ വഴിയാണ് ഒരു വീട് ബുക്ക് ചെയ്തത്, ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയാണെന്ന് അറിയുന്നതെന്നൊക്കെയാണ് ലീ അവളോട് പറയുന്നത്. എന്തായാലും ഷാങ്യു അതൊക്കെ വിശ്വസിക്കുന്നു. അവനിന് ഉടനെ തിരികെ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ അച്ഛനെയും അമ്മയും കൊന്നവരെ കണ്ടെത്തി കൊടുക്കാമെന്ന് അവളോട് വാക്ക് കൊടുത്തതല്ലേ, അതിനവളെ സഹായിച്ചിട്ടേ മടങ്ങി പോവുകയുള്ളൂ എന്നാണ് അവൻ പറയുന്നത്. യാൻഷൻ ഈ സമയം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഷാങ്യുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ലീ ഇങ്ങനെ അവളോട് സംസാരിക്കുന്നത് അവനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവർ തമ്മിൽ നേർക്കുനേർ കാണുന്നത് ഇപ്പോഴാണ്. ഷാങ്യു അവർ അവിടെ താമസത്തിന് വന്ന വിവരമൊക്കെ യാൻഷിങ്ങിനോട് സന്തോഷത്തോടെ പറയുന്നുണ്ട്. യാൻഷിങ് വന്നവിടെ ലീ പിന്നെ അതേ സമയം അവിടെ നിൽക്കാതെ പോകുന്നു.
ഈ സമയത്ത് അകത്ത് നിന്ന് ഷാങ്ങിങ്ങിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇവർ രണ്ടുപേരും വേഗം അകത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഫാൽക്കൺ പറന്നുപോയി എന്ന് പറഞ്ഞായിരുന്നു ഷാങ്ങിങ് കരയുന്നത്. ഇന്നലെ ചിലപ്പോൾ അതിൻ്റെ കൂടിൻ്റെ അടപ്പ് നന്നായി അടഞ്ഞിട്ടുണ്ടാവില്ല, അതിൻ്റെ കാലൊക്കെ ശരിയായതുകൊണ്ടായിരിക്കും അതിപ്പോൾ പറന്നു പോയത്. അതിനും അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ, അതിന് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഷാങ്ങി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് പോയതൊന്നുമല്ല, ഉറപ്പായിട്ടും തിരികെ വരുമെന്ന് യാൻഷെങ് ഈ സമയം പറയുന്നുണ്ട്. പക്ഷേ അവർക്കത് വിശ്വാസം വരുന്നില്ല. ഫാൽക്കൺ ഉറപ്പായിട്ടും വരുമെന്ന് എനിക്കൊന്ന് പിങ്കി പ്രോമിസ് ചെയ്തു തരാമോ എന്ന് ഷാങ്ങി ഈ സമയം അവനോട് ചോദിക്കുന്നു. ഈ ഫാൽക്കൺ പോയിട്ട് തിരികെ വരും എന്നൊക്കെ പറയുന്ന സമയത്ത് ശരിക്കും യാൻഷെങ്ങിൻ്റെ മനസ്സിൽ അവൻ ഇവിടെ നിന്ന് പോയാലും എന്നായാലും തിരിച്ച് അവളെ അന്വേഷിച്ച് തിരികെ എത്തും എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോമിസ് ചെയ്യാൻ ഷാങ്ങി ആവശ്യപ്പെട്ടപ്പോൾ പ്രോമിസ് ചെയ്യണോ വേണ്ടായോ എന്ന് അവൻ നന്നായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട്. പ്രോമിസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അവൻ എവിടെ പോയാലും ഉറപ്പായിട്ടും ഇവരെ അന്വേഷിച്ച് തിരികെ എത്തും എന്നുള്ളതാണല്ലോ. ഷാങ്യുവിനോട് അവന് പ്രണയമാണോ എന്നൊക്കെ മുമ്പ് സുൻ ചോദിച്ചപ്പോൾ അങ്ങനെ അല്ല എന്നൊക്കെ അവൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ ശരിക്കും താൻ അവളെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്ന് അവൻ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഷാങ്ങിങ്ങിന് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷാങ്ങിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഫാൽക്കന് പകരം അവൾക്ക് കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊടുക്കാമെന്ന് ഷാങ്ങി പറയുന്നുണ്ടെങ്കിലും തനിക്കത് വേണ്ട, ഫാൽക്കനെ തന്നെ മതിയെന്ന് ഷാങ്ങി നിർബന്ധപ്പെടിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഫാൽക്കൻ ഉറപ്പായിട്ടും തിരികെ വരും. ഇങ്ങനെ തുറന്നു വിട്ടാൽ മാത്രമേ ഫാൽക്കനെ നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അത് മെരുങ്ങുന്ന ഫാൽക്കനാണെങ്കിൽ ഉറപ്പായിട്ടും തിരികെ വരും, വെയിറ്റ് ചെയ്യാൻ അവൻ പറയുന്നുണ്ട്. വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, വരുമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ എന്ന് ഷാങ്ങി ചോദിച്ചപ്പോൾ അതും ശരിയാണ് എന്ന് അവനും സമ്മതിക്കുന്നു. അന്ന് ഷാങ്ങി ഷിയാൻ്റെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് അവളെ കണ്ട് താൻ അവിടെ വിട്ട് പോകുന്നില്ല എന്നുള്ള വിവരം അറിയിക്കുന്നുണ്ട്. ഷിയാന് അതറിഞ്ഞപ്പോൾ ശരിക്കും സന്തോഷമാവുന്നു. ഷാങ്യു അവിടെ വിട്ട് പോയാലും കുറച്ച് ദിവസം ഷിയാനൊപ്പം ബിസിനസ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിന് വേണ്ടിയിട്ട് ഷാങ്യുവിന് അവരുടെ റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തായി തന്നെ ഒരു ഷോപ്പൊക്കെ ഷിയാൻ റെഡിയാക്കിയിരുന്നു. ഇത് അവൾ ഷാങ്യുവിനെ വിളിച്ചുകൊണ്ടുപോയി കാണിക്കുന്നു. അന്ന് തന്നെ അതിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നു. ഷാങ്യു അവിടെ ബിസിനസ്സും തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് ആരോ തങ്ങളെ മറന്നിന്ന് വാച്ച് ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് ഷിയാൻ ഉണ്ടാവുന്നുണ്ട്. അവൾ പക്ഷേ ഷാങ്യുവിനോട് അതിനെപ്പറ്റി പറയുന്നില്ല. ഷാങ്യുവിന് അന്ന് അവിടെ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. അവളുടെ മുമ്പത്തെ ഷോപ്പിൽ വരാനുണ്ടായിരുന്ന ചില കസ്റ്റമേഴ്സും ഇവിടെ വരുന്നു. മുമ്പത്തെ ഷോപ്പിൽ പതിവായിട്ട് വന്ന് അവളെ പറ്റിച്ച് ഫ്രീ ആയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ലേഡി ഇന്ന് ഇവിടെയും എത്തുന്നുണ്ട്. ഷാങ്യുവിൻ്റെ ഷോപ്പാണെന്ന് കണ്ടപ്പോൾ അവിടുത്തെ പോലെ ഇവിടെ നിന്നും ഫ്രീ ആയിട്ട് അത് വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ഷാങ്യുവിന് എതിർത്തൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ സമയത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്ന ഷിയാൻ ഇടപെടുന്നു. അവർ കുറച്ച് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് കമ്മീഷൻ നൽകാൻ തയ്യാറാണ്, അല്ലാതെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് ഷിയാൻ പറയുന്നു. പക്ഷേ ആ ഡീൽ അവർക്കും സമ്മതമാവുന്നുണ്ട്. 5 പേരെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്ര ശതമാനം കമ്മീഷൻ എന്ന രീതിയിലാണ് ഷിയാൻ അവരുമായി ഡീൽ ഉറപ്പിച്ചത്. അത് സന്തോഷത്തോടെ അവർ സമ്മതിച്ച് പതിവിൽ കൂടുതൽ മീറ്റ് അവിടെ നിന്ന് വാങ്ങുന്നുണ്ട്. 2 കൂട്ടർക്കും ഗുണകരമായ രീതിയിൽ കാര്യങ്ങൾ ഡീൽ ചെയ്തതിന് ഷാങ്യു ഷിയാനെ അഭിനന്ദിക്കുന്നുണ്ട്. അവളുടെ കഴിവിനെ പുകഴ്ത്തുകയും ചെയ്യുന്നു. അന്ന് ലീ എന്തോ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാൻഷെങ് അവനെ കാണാനായി അവിടെ ചെല്ലുന്നുണ്ട്. പുറത്തൊരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ലീ നല്ല അലേർട്ട് ആവുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. യാൻഷെങ് അവിടെ മുറ്റത്ത് ഒരു ടീപ്പയ്ക്ക് അടുത്തിരുന്ന് ചായ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലീയും അവനോട് സൗഹൃദത്തോടെ സംസാരിച്ചുകൊണ്ട് അടുത്ത് ചെന്നിരിക്കുന്നു. എന്തിനാണ് അവൻ ഷാങ്യുവിൻ്റെ വീട്ടിലേക്ക് അവളെ അന്വേഷിച്ച് വന്നതെന്നാണ് യാൻഷെങ്ങിന് അറിയേണ്ടത്. അവനെ തിരഞ്ഞാണ് വന്നതെന്നാണ് ലീ പറയുന്നത്. പക്ഷേ അത് യാൻഷെങ്ങിന് വിശ്വാസം വരുന്നില്ല. ഇവർ രണ്ടുപേരും ജനറൽ ഹേയുടെ ശിഷ്യന്മാരാണ് എന്ന് മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ. പിന്നീട് രണ്ടുപേരുടെയും കുടുംബങ്ങൾ തമ്മിൽ ഇങ്ങനെ വലിയ ശത്രുതയായി കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള സൗഹൃദമൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. ഇപ്പോൾ ഇവൻ ശരിക്കും ഏത് കുടുംബത്തോടൊപ്പമാണ് എന്ന് യാൻഷെങ് അവനോട് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആയപ്പോഴേക്കും ഷൗറാനും ലീയുടെ വേറെ കുറച്ച് സൈന്യരുമൊക്കെ വളരെ അലേർട്ടായിട്ട് ആയുധങ്ങളെടുത്ത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്നുള്ള മട്ടിൽ ഇവിടെ പല ഭാഗങ്ങളിലായിട്ട് ഒളിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു കുടുംബത്തിനുമൊപ്പമല്ല, ഈ രാജ്യത്തെയാണ് ഞാൻ സേവിക്കുന്നത്, ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്യുന്നത് എന്നൊക്കെ ലീ ഈ സമയത്ത് പറയുന്നുണ്ട്. പക്ഷേ യാൻഷെങ്ങിന് അതും അത്ര വിശ്വാസം വരുന്നില്ല. ഇങ്ങനെ ഭംഗിവാക്കുകൾ പറയാൻ ആർക്കുമാവുമെന്ന് അവൻ പറയുന്നു. അവൻ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് ലീ തിരിച്ച് അവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരുടെയും ഭാഗത്തല്ല, എനിക്ക് എൻ്റേതായ ശരികളുണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ ഈ 2 കുടുംബങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാടാണ്. ഇനി അവൻ സ്വന്തമായിട്ട് മറ്റൊരു വിഭാഗം കൂടി ഉണ്ടാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ മോശമാവുകയല്ലേ ഉള്ളൂ എന്ന് ലീ ചോദിക്കുന്നു. ഇത് യാൻഷെങ്ങിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അവൻ കയ്യിലുണ്ടായിരുന്ന ചായക്കപ്പ് ആ മേശപ്പുറത്തേക്ക് അടിച്ച് ഉടച്ചിട്ട് അതിൻ്റെ ഒരു കഷ്ണമെടുത്ത് ലീയുടെ കഴുത്തിന് കൊണ്ടുവയ്ക്കുന്നു. ഷൗറാനും ബാക്കിയുള്ളവരും ചാടി വീഴാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ലീ അവരെ കൈ കാണിച്ച് തടയുന്നുണ്ട്. ആ ജന്മശത്രുക്കളെ പോലെ ഇവർ രണ്ടുപേരും മുഖാമുഖം നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.